കിട്ടി വാ അൺബോക്സ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേപ്പോട്ടേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇന്നലെ സാധനം വന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. ഇന്നലെ കാരണം നല്ല എന്താ പറയുക, ഒരു നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഏകദേശം ഒരു 450 രൂപയായി. ഓക്കെ, അപ്പം ഇതാണ് സാധനം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ കവറൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ നോക്കാം. ഇത് മൊബൈൽ ഫോൺ ടെലിസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് എടുത്തതാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഓപ്പൺ ചെയ്യണം നമുക്ക്. ഗൈസ്, നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ സാധനം. പിന്നെ ആ തുണി ഞാൻ തന്നെ വെച്ച. ശരിക്കും പറഞ്ഞാൽ വേറെ ലെൻസ് ക്ലീനിങ് ആയിട്ടുള്ള തുണി വേണ്ടതാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ ചുമ്മാ ഒരു കോട്ടൻ്റെ തുണി എടുത്ത് വെച്ചതേ ഉള്ളൂ. അത് വിട്ടേക്കാം, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. അപ്പം ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് മൊബൈലിൽ നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നത്. ഇത് വെച്ചാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെയല്ല, ബാക്കിലാണ് ത്രെഡ്. കണ്ടോ, അതാണ് ആ ത്രെഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ നല്ല എന്താ പറയുക, നല്ല മെറ്റീരിയലാണ്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ ടെലിസ്കോപ്പാണ്. അതായത് നമ്മുടെ ലെൻസാണ്. ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. 2 ക്യാപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പർ നല്ല പാക്കിംഗ് ഒക്കെ തന്നിരിക്കുന്ന സാധനമാണ്. അതായത് നല്ല സെക്യൂരിറ്റി ആയിട്ടുള്ള സാധനമാണ്. പെട്ടെന്നൊന്നും വീണതൊന്നും ഉടയത്തൊന്നുമില്ല. ഓക്കെ, അതേ ആദ്യത്തെ ബാക്കിലത്തെ നമ്മൾ അയച്ചു. ഇനി ഫ്രണ്ടിലത്തെയും കൂടെ അയച്ചെടുത്ത് നമ്മുടെ ലെൻസ് സെറ്റായി. ഇതാണ് നമ്മുടെ ലെൻസ്. ഇതിൻ്റെ ബാക്ക് ഭാഗം വെച്ച് നമ്മളാണെങ്കിൽ ഇതിന് ചെറിയ ഭാഗം വെച്ച് നമ്മൾ മറ്റേ അതേ ത്രെഡിലേക്ക് അങ്ങ് കയറ്റിയിടുകയാണ്. വേറെ പണിയൊന്നുമില്ല. പിന്നെ ഇവിടെ റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അതാണ് സൂമിങ്ങിനും സൂം ഔട്ടും യൂസ് ചെയ്യുന്നത്. ഇതുണ്ട്, ഞാനിപ്പോൾ തിരിച്ച പോലെയാണ് സൂമിങ്ങിനും സൂം ഔട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് DSLRൻ്റെ പോലെ തന്നെ സൂമിങ്ങും സൂം ഔട്ടൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കേണ്ടി വരും. ഗൈസ്, പ്രത്യേകിച്ച് ഇതിനൊന്നും പറയാനൊന്നുമില്ല. നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ്. ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പിന്നെ മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ്. മെറ്റലല്ല, പ്ലാസ്റ്റിക് മാത്രമാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനില്ല. എന്തായാലും അടിപൊളി സാധനമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ഈ മൊബൈലിന്റെ ലെൻസ് സെറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇനിയും പുതിയ വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ സിദ്ധാർത്ഥിനോടൊപ്പം ശ്രീഹരി സൈനിങ് ഔട്ട്.